ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലെ യുദ്ധം ഗൾഫ് രാജ്യങ്ങൾ കടന്ന് ഏഷ്യയുടെ തെക്കേയറ്റത്തേക്കും പടർന്നു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ US തകർത്തു. 80 നാവികർ കൊല്ലപ്പെട്ടു. 68 പേരെ കാണാതായി. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. ഇറാന്റെ ഐറിസ് ദേന എന്ന കപ്പലാണ് തകർന്നത്. വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസങ്ങളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഐറിസ് ദേന. അമേരിക്കയും റഷ്യയും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന US അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ കപ്പലിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ചിതറിത്തെറിച്ച കപ്പൽ പൂർണ്ണമായും മുങ്ങി. ഇന്നലെ പുലർച്ചെ 5:08 കപ്പലിൽ നിന്നുള്ള അപായ സന്ദേശം ശ്രീലങ്കൻ അധികൃതർക്ക് ലഭിച്ചത്. ഗാലെ തീരത്തു നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്ക് പുറത്തായിരുന്നു സംഭവം. ശ്രീലങ്കൻ നാവികസേനയും എയർഫോഴ്സും ഉടൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. രക്ഷപ്പെടുത്തിയവരെ ഖരാഭിത്തിയിലെ ആശുപത്രിയിലെത്തിച്ചു. ആധുനിക റഡാർ സംവിധാനങ്ങളുള്ള ഐറിസ് ദേനയ്ക്ക് ഇലക്ട്രോണിക് യുദ്ധശേഷിയുണ്ട്. ഫെബ്രുവരി 21 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസം മിലൻ 2026 പങ്കെടുക്കാൻ ഫെബ്രുവരി 17 കപ്പലെത്തിയത്. അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലും നാവികാഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം ഫെബ്രുവരി അവസാനം മടക്കയാത്ര തുടങ്ങി. US ആക്രമണത്തിലാണ് കപ്പൽ മുങ്ങിയതെന്ന് ചില ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ അപകട കാരണം വ്യക്തമല്ലെന്ന് പിന്നീട് ശ്രീലങ്കൻ നാവികസേനാ വക്താവ് തിരുത്തി. വൈകാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ കപ്പൽ മുക്കിയെന്ന് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും അമേരിക്കൻ അന്തർവാഹിനികളുടെ സാന്നിധ്യം ഇറാന്റെ 17 കപ്പലുകളും ഒരു അന്തർവാഹിനിയും മുക്കിയെന്ന് സംഭവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ US അവകാശപ്പെട്ടു. ഇസ്രയേലിന്റെ അന്തർവാഹിനി മേഖലയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജതബ ഹുസൈനി ഖമേനിയെ തിരഞ്ഞെടുത്തേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം പിൻഗാമി ആരായാലും വധിച്ചിരിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. സംഘർഷത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. നിരവധി സുരക്ഷാ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തു. ഗൾഫ് രാജ്യങ്ങളിലെ US ഇസ്രയേലി കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. സൗദി അറേബ്യയിലെ റാസ് ടൌനറയിൽ ആരംകോയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണവും ഉണ്ടായി. UAE ലക്ഷ്യമാക്കി ഡ്രോണുകളെ ഫ്രാൻസിന്റെ റാഫേൽ യുദ്ധവിമാനങ്ങൾ തകർക്കുകയും ചെയ്തു. ദുബായിലെ US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ പതിച്ചു. തുർക്കിയെ ലക്ഷ്യമാക്കിയ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ആക്രമണ ശ്രമത്തെ നാറ്റോ ശക്തമായി അപലപിച്ചു. അതിനിടെ ഇറാൻ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രയേലി പ്രതിരോധ സേന പറഞ്ഞു. ഇത് രാജ്യത്ത് കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കിലോമീറ്ററുകൾ വ്യാപിച്ച് കനത്ത നാശനഷ്ടമുണ്ടാക്കാനും സാധിക്കുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ. അത്തരം മിസൈലുകളുടെ വാർഹെഡ് താഴേക്കിറങ്ങുമ്പോൾ തുറക്കുകയും ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ ചിതറുകയും ചെയ്യുന്നുവെന്നാണ് IDF പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും 2025 ജൂണിലെ യുദ്ധത്തിലും ഇസ്രയേലിലേക്ക് ഇറാൻ നിരവധി തവണ ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികളും കഴിഞ്ഞ വർഷം ഇസ്രയേലിലേക്ക് ക്ലസ്റ്റർ ബോംബ് വാർഹെഡുകൾ ഉപയോഗിച്ച് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF പറയുന്നു. ഈ ആയുധങ്ങളുടെ കടന്നുവരവ് സംഘർഷത്തിന്റെ ഗതി മാറ്റുമെന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടക്കുന്നതിന് പകരം ക്ലസ്റ്റർ വാർഹെഡുകൾക്ക് വിശാലമായ മേഖലയിലുടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇറാൻ ഈ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന ചോദ്യം ഇസ്രയേലിനും US-നും മുന്നിലുണ്ട്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സാങ്കേതിക കൈമാറ്റം നടന്നിരിക്കാമെന്നാണ് ഇസ്രയേൽ സംശയിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് വ്യത്യസ്ത അളവിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ക്ലസ്റ്റർ ബോംബാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊട്ടാത്ത യുദ്ധോപകരണങ്ങൾ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രാഫിക്സ് മുന്നറിയിപ്പ് ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.